ആലപ്പുഴ പൂച്ചക്കലിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവു ചെയ്ത കേസിൽ കൂടുതൽ കണ്ടെത്തലുകൾ. പ്രസവം നടന്നത് ഡോണയുടെ വീട്ടിലെ മുറിയിൽ. പ്രസവശേഷം രക്തക്കറ ഉൾപ്പെടെ കഴുകിക്കളഞ്ഞു. അവശേഷിച്ച രക്തക്കറ കണ്ട് അമ്മ ചോദിച്ചപ്പോൾ മാസമുറ എന്നാണ് മറുപടി നൽകിയത്. അതേസമയം കുഞ്ഞിനെ ആൺ സുഹൃത്തിന് കൈമാറിയത് പ്രസവം നടന്ന 24 മണിക്കൂറിന് ശേഷമെന്നും കണ്ടെത്തി. കുട്ടി ജനിച്ച ഉടൻ കരഞ്ഞിരുന്നുവെന്ന് ഡോണ ഡോക്ടറോട് സമ്മതിച്ചിരുന്നു. കുട്ടിയെ കൈമാറുമ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശരണ്യ, ഇതിപ്പോൾ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് യുവതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. പ്രസവിച്ച സമയത്ത് കുഞ്ഞ് കരഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അതിനുശേഷം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയം കൂടി ഇവിടെ ഉയരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഈ മൊഴി, അതായത് ഈ നിർണായക വിവരങ്ങൾ തന്നെയാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതായത് ഈ കേസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറെ ചർച്ചയാകുന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിൽ ആലപ്പുഴ പൂച്ചക്കൽ പാണവള്ളിയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. പാണാവള്ളി പഞ്ചായത്ത് 10ാം വാർഡിലാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് നവജാത ശിശുവിന്റെ പ്രസവം നടക്കുകയും പിന്നീട് ആ കുട്ടിയുടെ മൃതദേഹം ആരും അറിയാതെ സംസ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ എഫ്ഐആർ ഇട്ട് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പോസ്റ്റ്മോർട്ടം അടക്കം നടന്നപ്പോൾ കുട്ടിയുടെ ശരീരം ജീർണാവസ്ഥയിലായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനായിരുന്നില്ല. പക്ഷേ ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന കേസിൽ ഏറ്റവും നിർണായകമായ ഒരു മൊഴിയാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. അത് ഈ യുവതി ഇപ്പോൾ ചികിത്സയിലുള്ള എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അവിടുത്തെ ഡോക്ടറാണ് ഇത്തരത്തിൽ പോലീസിന് വിവരം നൽകിയിട്ടുള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ ഡോണ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഘട്ടത്തിൽ കുട്ടി എവിടെയെന്നുള്ള ചോദ്യത്തിന് ആദ്യം അമ്മത്തൊട്ടിൽ കുഞ്ഞിനെ ആൺ സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നുള്ള മൊഴിയാണ് നൽകുന്നത്. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ പ്രസവിച്ചുവെന്നും കുട്ടി മരണപ്പെട്ടുവെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ കുട്ടി ആദ്യം മരണപ്പെട്ടു എന്നിവരോട് അറിയിക്കുമ്പോഴും പ്രസവിച്ച സമയത്ത് കുട്ടി കരഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഡോക്ടർമാരോട് വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴി ആ ഡോക്ടറുടെ മൊഴി തന്നെയാകും. കാരണം ഈ കുഞ്ഞ് കരഞ്ഞിരുന്നു എന്നുള്ളതിന് പറയുമ്പോൾ തീർച്ചയായും അത് ജീവനോടെയാണ് ആ കുട്ടി പ്രസവത്തിൽ പുറത്തു വന്നത് എന്നുള്ള കാര്യമാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെടുന്നത്. മറ്റൊന്ന്, ഈ കൊലപാതകമാണ് എന്നുള്ള സംശയത്തിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കൊലപാതക സാധ്യത അന്വേഷണ സംഘം ഈ ഘട്ടം വരെയും ഈ കേസിൽ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. ഈ ഡോണ ഈ കുട്ടിയെ പ്രസവിച്ചത് 7-ാം തീയതി പുലർച്ചെ 1:30-ക്കാണ് പ്രസവിക്കുന്നത്. പിന്നീട് ഈ കുട്ടിയെ കൈമാറുന്നത് 8-ാം തീയതി പുലർച്ചെയാണ്. അതായത് 24 മണിക്കൂറിന് ശേഷമാണ് ആൺ സുഹൃത്തിന് ഈ കുട്ടിയെ കൈമാറിയത് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് എല്ലാവരെയും ധരിപ്പിച്ചിരുന്നത് ഈ കുട്ടിയെ പുലർച്ചെ പ്രസവിച്ച അന്ന് തന്നെ ആൺ സുഹൃത്തിന് കൈമാറി എന്നുള്ളതാണ്. അല്ല, മറിച്ച് പിറ്റേ ദിവസം 24 മണിക്കൂറിന് ശേഷം പിറ്റേ ദിവസം പുലർച്ചെയോടെയാണ് ഈ ആൺ സുഹൃത്തായ തോമസിന് ഡോണ കുട്ടിയെ കൈമാറിയിട്ടുള്ളത്. ആ സമയം കുട്ടി മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതിനു മുമ്പ് കുഞ്ഞിനെ സൂക്ഷിച്ചിരുന്നത് വീടിന്റെ സൺഷെയ്ഡിൽ, അതായത് പാണാവള്ളിയിലെ വീടിന്റെ സൺഷെയ്ഡിലാണ് കുട്ടി ഉണ്ടായിരുന്നത്. കുറെ മണിക്കൂറുകൾ സൺഷെയ്ഡിൽ കുട്ടി കവറിൽ പൊതിഞ്ഞ നിലയിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കുട്ടിയെ വീടിന്റെ സ്റ്റെയർ കേസിനടിയിൽ ഒളിപ്പിച്ചു എന്നുള്ള വിവരവും ഇപ്പോൾ നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യുവതിയെ കൂടുതലായി പോലീസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. വീട്ടുകാര് ഇപ്പോഴും പറയുന്നത് ഈ ഗർഭാവസ്ഥയെ സംബന്ധിച്ച് തങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വീട്ടുകാർ നൽകിയ മൊഴി പ്രകാരം വീടിനകത്ത് തന്നെയാണ് പ്രസവം നടന്നിട്ടുള്ളത്. ഡോണയുടെ കിടപ്പുമുറിയിലാണ് പ്രസവം നടന്നത് എന്നുള്ളതാണ്. അതിനുശേഷം പ്രസവത്തിന് ശേഷം ഉണ്ടായ രക്തക്കറയും മറ്റു കാര്യങ്ങളും ഒക്കെ ഡോണ തന്നെ കഴുകി നീക്കം ചെയ്തു എന്നുള്ള മൊഴിയും ഡോണ ഇക്കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ അവിടെ എത്തി മുറിയിൽ എന്താണ് ഈ രക്തക്കറ കണ്ടപ്പോൾ, അതിനകത്ത് അവശേഷിച്ച രക്തക്കറ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ മാസമുറയാണ് എന്നുള്ള വിവരമാണ് ഡോണ കൈമാറുന്നത്. അത്തരത്തിൽ വീട്ടുകാരോട് ഇത് ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ കേസിൽ ഈ കുട്ടി അതായത് നവജാത ശിശു ഒരു പ്രിമച്ചർ ബേബി അല്ലെങ്കിൽ അത് പൂർണ്ണ വളർച്ചയെത്താത്ത കുട്ടിയല്ല എന്നാണ് ഫോറൻസിക് വിഭാഗം നൽകിയിട്ടുള്ള പോലീസിന് കൈമാറിയിട്ടുള്ള വിവരം. അതായത് ഈ കുട്ടി പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയായിരുന്നു എന്നുള്ളതാണ് ഫോറൻസിക് വിഭാഗം നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ സൺഷെയ്ഡിലും ഒപ്പം തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ സൂക്ഷിച്ചിരുന്നത് കൊണ്ടാവും പെട്ടെന്ന് ഒരു ജീർണാവസ്ഥയിലേക്ക് കുട്ടിയുടെ ശരീരം എത്തിയിട്ടുള്ളതെന്നാണ്. ഫോറൻസിക് ബിരുദധാരിയാണ്
ഈ ഡോണ എന്നുള്ളതും ശ്രദ്ധേയമാണ്. കുട്ടിയെ അത് മാത്രമല്ല ഈ പ്രസവം നടക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കരുതൽ ഡോണയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം കയ്യിൽ സർജിക്കൽ ബ്ലേഡ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കുട്ടിയുടെ പൊക്കിൾക്കൊടി മുറിച്ചിട്ടുള്ളത് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ്. പക്ഷേ ഈ പൊക്കിൾക്കൊടി മുറിച്ച ശേഷം കുഞ്ഞിന്റെ ആ മുറിച്ച പൊക്കിൾക്കൊടിയുടെ ഭാഗം ക്ലിപ്പ് ചെയ്യുകയോ ടേപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിലൂടെ രക്തസ്രാവം അല്ലെങ്കിൽ രക്തം വാർന്നു പോയിട്ടുണ്ടാകും എന്നുള്ള കണക്കുകൂട്ടലൊക്കെ തന്നെയും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ കേസിനെ നോക്കിക്കാണുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാര്യങ്ങൾ വ്യക്തമായില്ലെങ്കിൽ പോലും ആന്തരിക അവയവങ്ങൾ തുടർ പരിശോധനയ്ക്കായി അയക്കാനുള്ള നീക്കവുമുണ്ട്. DNA പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. ഈ ആൺ സുഹൃത്ത് ആവർത്തിച്ച് പറയുന്നത് കുട്ടിയെ തന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ കുട്ടി മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇത് മറവ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള നിയമ സാധ്യതകളോ നിയമപ്രശ്നങ്ങളോ തനിക്ക് അറിവില്ലായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അറസ്റ്റിലായ അശോക് എന്ന ഈ ആൺ സുഹൃത്തിന്റെ കൂട്ടുകാരൻ അശോകിന്റെ വീട്ടിലാണ് ഈ പ്രസവ വിവരം വിളിച്ച് അറിയിക്കുമ്പോൾ അശോകിന്റെ വീട്ടിലാണ് ഈ തോമസ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് തോമസ് ബോധക്ഷയം സംഭവിച്ച് വീഴുകയും, അതായത് 8-ാം തീയതിയാണ് ഈ പ്രസവ വിവരം തോമസിനെ അറിയിക്കുന്നത് എന്നുള്ളതാണ്. 7-ാം തീയതിയാണ് പ്രസവിച്ചത്. അറിയിക്കുമ്പോൾ തോമസ് ബോധരഹിതനായി 7-ാം തീയതി രാത്രിയാണ് അറിയിക്കുന്നത്. ആ സമയത്ത് ബോധരഹിതനായി വീഴുകയും തുടർന്ന് തോമസിന്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് താൻ കൂടെ പോയത് എന്നുള്ളതാണ് അശോക് മൊഴി നൽകിയിട്ടുള്ളത്. ഏറെക്കുറെ ഇതിനെ സംബന്ധിച്ച്, അതായത് ഈ പ്രസവോ കുട്ടിയെ ജനിച്ചത് ഏത് അവസ്ഥയിലാണ് എന്നതിനെ സംബന്ധിച്ചൊന്നും തോമസിനോ അശോകിനോ കൃത്യമായ വിവരം ഇല്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. മറിച്ച് ഈ കേസിലെ ഏറ്റവും നിഗൂഢമായ കാര്യങ്ങൾ അറിയാവുന്ന ആൾ ഡോണ തന്നെയാണ്. ഡോണയെ എത്രയും വേഗം ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കും. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ പൂച്ചാക്കലിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ നിർണായക മൊഴിയാണ് യുവതിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ജനിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞിരുന്നു എന്നുള്ളതാണ് യുവതി നൽകിയിട്ടുള്ള മൊഴി. ശേഷം ആൺ സുഹൃത്തിന് കൈമാറുന്ന വേളയിൽ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നില്ല എന്നും യുവതി പറയുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. CPM